ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം പൂർത്തിയായി. മണ്ഡലങ്ങളിൽ ഇനി നിശബ്ദ പ്രചാരണം. കേരളത്തിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. 48 മണിക്കൂർ മദ്യനിരോധനം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ മനുഷ്യശൃംഖലയും ദീപം തെളിയിക്കലും സംഘടിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായി പെട്രോളിയം മന്ത്രാലയം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം സംസ്ഥാനത്ത് പൂർത്തിയായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മണ്ഡലങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിലും ബൈക്ക് റാലിയിലും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കൊടിതോരണങ്ങളുടെ വർണ്ണക്കാഴ്ചകളും ജനസമുദ്രവും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും ചേർന്നതോടെ കൊട്ടിക്കലാശത്തിലുടനീളം തിരഞ്ഞെടുപ്പിന്റെ പോരാട്ട വീര്യം ദൃശ്യമായി. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദ പ്രചാരണമാണ്. ഈ സമയത്ത് പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ മൈക്ക് കെട്ടിയുള്ള പ്രചാരണമോ പാടില്ല. ടെലിവിഷൻ, റേഡിയോ, സമൂഹമാധ്യമങ്ങൾ എന്നിവയിലൂടെയുള്ള വോട്ട് അഭ്യർത്ഥനയും നിശബ്ദ പ്രചാരണ കാലയളവിൽ അനുവദനീയമല്ല. മറ്റന്നാളാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും. ഹരിതചട്ടം കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തിരഞ്ഞെടുപ്പിൽ 2.71 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 30,471 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പരസ്യപ്രചാരണങ്ങൾ അവസാനിച്ചതോടെ സംസ്ഥാനത്ത് സുരക്ഷാ സംവിധാനങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വോട്ടെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളം സുരക്ഷാ സംവിധാനങ്ങൾ അതീവ കർശനമാക്കിയിട്ടുണ്ട്. 76,000 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തുടനീളം സുരക്ഷാ സംവിധാനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. കേന്ദ്രസേനയുടെ 160 സംഘങ്ങളും സംസ്ഥാനത്ത് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. അതിനിടെ ആകെ 2040 ബൂത്തുകൾ പ്രശ്ന സാധ്യതയുള്ളതായി തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് 48 മണിക്കൂർ മദ്യനിരോധനം പ്രാബല്യത്തിലുണ്ട്. എക്സിറ്റ് പോളിനുള്ള നിരോധനം ഏപ്രിൽ 29 വരെ തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടിയന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള തപാൽ വോട്ടുകളിൽ 95% രേഖപ്പെടുത്തി കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഉത്സാഹഭരിതമായ കലാശക്കൊട്ടിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരളം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ തിരുവനന്തപുരത്തെ കൊട്ടിക്കലാശം ഏറെ ആവേശകരമായി. 14 നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രധാന ജംഗ്ഷനുകളെ കൂടാതെ പേരൂർക്കട ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും കൊട്ടിക്കലാശം അതിന്റെ ആവേശ കൊടുമുടിയിലെത്തി. ബൈക്ക് റാലികളിലും ക്രെയിനുകളിലും JCBകളിലും മറ്റ് വാഹനങ്ങളിലുമെല്ലാം സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരുമെല്ലാം കൊടിതോരണങ്ങളും ബാനറുകളുമെല്ലാമായി ഒഴുകിയെത്തി. ബാൻഡ് മേളവും വിവിധ കലാരൂപങ്ങളുമെല്ലാം കലാശക്കൊട്ടിന് നിറപ്പകിട്ടേകി. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ 11 നിയോജക മണ്ഡലങ്ങളിലെയും കൊട്ടിക്കലാശം സമാധാനപരമായി അവസാനിച്ചു. 3 മുന്നണികൾക്കുമായി 33 ഇടങ്ങളാണ് പ്രചാരണ സമാപനത്തിന് ഒരുക്കിയിരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ധർമ്മടം മണ്ഡലം LDF സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ കലാശക്കൊട്ട് പിണറായിയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന്റെ കൊട്ടിക്കലാശം മമ്പ്രത്താണ് സമാപിച്ചത്. NDA സ്ഥാനാർത്ഥി K രഞ്ജിത്തിന്റേത് ചക്കരക്കല്ലിൽ അവസാനിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലും കാൽടെക്സിലും പ്ലാസിയിലുമായി സമാപിച്ചു. പേരാവൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ്, LDF സ്ഥാനാർത്ഥി KK ശൈലജ, NDA സ്ഥാനാർത്ഥി പൈലി വാത്യാട്ട് എന്നിവരുടെ കൊട്ടിക്കലാശം ഇരിട്ടി ടൗണിലാണ് സമാപിച്ചത്. പയ്യന്നൂർ, കല്യാശ്ശേരി, ഇരിക്കൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനമായത്.
കൊട്ടിക്കലാശത്തിനിടെ എറണാകുളം പറവൂരിൽ UDF പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തത്തപ്പിള്ളി സ്വദേശിയാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ഉടനെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരളത്തിന് പുറമെ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നാളെ വൈകുന്നേരം 7-ന് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഒരേസമയം 70,000 പേർ അണിനിരന്ന് ഫ്ളാഷ് ലൈറ്റ് തെളിയിക്കുന്നതിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ ബോധവൽക്കരണ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം പാളയം മുതൽ കനകക്കുന്ന് വരെ നാളെ വൈകുന്നേരം വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG, PNG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായും അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വാണിജ്യ LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്നതിന്റെ 70% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 16 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിലായി 433 ഇന്ത്യൻ നാവികരാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുന്നത്. LPG വിതരണത്തിൽ സംസ്ഥാനത്ത് വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ ഊർജിതമായി നടന്നുവരുന്നതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ. ഗ്യാസ് ഏജൻസികളിൽ 1113 പരിശോധനകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കേന്ദ്രീകരിച്ച് 5809 പരിശോധനകളും നടത്തിയതിന്റെ ഭാഗമായി 251 LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധനയുടെ ഭാഗമായി 71 LPG സിലിണ്ടറുകളും പിടിച്ചെടുത്തു. അനാരോഗ്യകരമായ വിപണന രീതികൾ, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനകൾ. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി ശരിവയ്ക്കണമെന്ന് കേന്ദ്രം കോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ വരെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഇന്റർ കാശിയെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 509 പോയിന്റ് നേട്ടത്തിൽ 74,616-ലും നിഫ്റ്റി 115 പോയിന്റ് ഉയർന്ന് 23,123-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ കുറഞ്ഞ് 1,09,880 രൂപയും ഗ്രാമിന് 13,735 രൂപയുമാണ് ഇന്നത്തെ വില. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് കയറും മുൻപ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പൌച്ചിലാക്കി വോളണ്ടിയർമാരെ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങണം. വോട്ട് ചെയ്ത് കഴിഞ്ഞ് ടോക്കൺ നൽകി ഫോൺ തിരികെ കൈപ്പറ്റാനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം പൂർത്തിയായി. മണ്ഡലങ്ങളിൽ ഇനി നിശബ്ദ പ്രചാരണം. കേരളത്തിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. 48 മണിക്കൂർ മദ്യനിരോധനം സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ മനുഷ്യ ശൃംഖലയും ദീപം തെളിയിക്കലും സംഘടിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ LPG ബുക്കിംഗ് 96% ഉയർന്നതായി പെട്രോളിയം മന്ത്രാലയം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.